നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുബാ പള്ളിയിൽ ഒരു ഇമാം ഉണ്ടായിരുന്നു, ഒരു അൻസാരിയായ സഹാബി. ആ സഹാബി ഇമാമ് നിൽക്കുമ്പോഴൊക്കെ, നിസ്കരിക്കുമ്പോഴൊക്കെ ആദ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതും. സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞാൽ പിന്നെ സൂറത്തുൽ ഇഖ്ലാസ് ഓതും, പിന്നെയാണ് വേറൊരു സൂറത്ത് ഓതിയിരുന്നത്. വകാന യസ്നഉ ദാലിക ഫി കുല്ലി റക്അ, എല്ലാ റക്അത്തിലും ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ പിറകിൽ നിൽക്കുന്ന മഅ്മൂമീങ്ങൾ അവർ അയാളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്തിനാ ഇപ്പോ ഒറ്റ റക്അത്തിൽ തന്നെ ഇങ്ങനെ രണ്ട് സൂറത്തുകൾ ഓതുന്നത്? ഒന്നുകിൽ നിങ്ങൾ സൂറത്തുൽ ഇഖ്ലാസ് മാത്രം ഓതിക്കോളി, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സൂറത്ത് ഓതിക്കോളി. എന്തിനാണ് എല്ലാ റക്അത്തിലും ഇങ്ങനെ സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്നത്? അപ്പൊ അൻസാരിയായ ഇമാമ് പറഞ്ഞു, ഞാൻ ഇമാമ് നിന്ന് നിസ്കരിക്കുകയാണെങ്കിൽ എനിക്ക് ഇങ്ങനെ നിസ്കരിക്കാൻ പറ്റുള്ളൂ, അതല്ല നിങ്ങൾക്ക് വേറൊരാളെ ഇമാമ് നിർത്തണമെങ്കിൽ നിങ്ങൾ നിർത്തിക്കോളൂ, എനിക്ക് പ്രശ്നമില്ല. അങ്ങനെ അവസാനം ഈ വിഷയം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലെത്തി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താ ഇപ്പൊ നിങ്ങളെ മഅ്മൂമിങ്ങൾ പറഞ്ഞ കാര്യം അനുസരിക്കാൻ നിങ്ങൾക്ക് തടസ്സം? അവർ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സൂറത്ത് ഓതിയാ പോരെ? അപ്പൊ ആ സഹാബി പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, സൂറത്തുൽ ഇഖ്ലാസ് ഇന്നി ഉഹിബ്ബുഹ, ആ സൂറത്ത് ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഇഷ്ടം അംഗീകരിച്ചു കൊടുക്കാൻ, ഹുബ്ബുക ഇയ്യാഹ അദ്ഖലകൽ ജന്ന, ആ സൂറത്തിനോടുള്ള ഇഷ്ടം നിങ്ങളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കട്ടെ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അംഗീകരിച്ചു കൊടുത്തു. അപ്പൊ ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒന്ന് രണ്ട് മെസ്സേജുകൾ. ഒന്ന്, ഖുർആനിൽ 114 സൂറത്തുകളുണ്ട്. ആ 114 സൂറത്തുകളുടെ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഈ സൂറത്താണ് എന്ന് പറയാൻ ഒരു സൂറത്ത് നമുക്കുണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കുക. അങ്ങനത്തെ ഒരു കണക്ഷൻ ഖുർആനുമായിട്ടും ഖുർആനിലെ സൂറത്തുകളുമായിട്ടും നമുക്കുണ്ടോ? ഏറ്റവും ചുരുങ്ങിയത് ഡെയിലി നമ്മൾ പലതവണ ആവർത്തിച്ച് ഓതുന്ന ചെറിയ ചെറിയ അധ്യായങ്ങളെങ്കിലും അങ്ങനെ പ്രിയപ്പെട്ടതാക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഓരോ സൂറത്തും അടുത്തറിയുമ്പോൾ ആ സൂറത്തിനെ നമ്മൾ സ്നേഹിക്കും, ആ സൂറത്തിനോട് വല്ലാത്തൊരു ഇഷ്ടം നമുക്കുണ്ടാകും. പിന്നെ ആ സൂറത്തുകൾ കൂടുതൽ അടുത്തറിയുക എന്നുള്ളതാണ് മാർഗം. ഇപ്പോ സൂറത്തു അൽ കാഫിറൂൻ, സൂറത്തുൽ കാഫിറൂൻ ഇറങ്ങാനുള്ള ഒരു കാരണം ഉണ്ടല്ലോ. മക്കക്കാർ, ഖുറൈശികൾ, പ്രമാണിമാർ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു, മുഹമ്മദ്, എന്തിനാ നമുക്കിടയിൽ ഒരു പ്രശ്നം? നമ്മൾ ഒരേ നാട്ടുകാരാണ്, കുടുംബക്കാരാണ്, നമ്മളിങ്ങനെ തെറ്റിപ്പണങ്ങി നടക്കേണ്ട കാര്യമില്ലല്ലോ. ഒരു വർഷം നീ ഞങ്ങളുടെ ഇലാഹുകളെ ആരാധിക്കുക, അടുത്ത വർഷം നിന്റെ അള്ളാഹുവിനെ ഞങ്ങൾ ആരാധിക്കും. അവിടെയാണ് 7 ആകാശങ്ങൾക്ക് അപ്പുറത്ത് നിന്ന് കനമുള്ള 6 ആയത്തുകൾ അള്ളാഹു ഇറക്കി കൊടുക്കുന്നത്. കുല്യ അയ്യുഹൽ കാഫിറൂൻ. ഈ സബബുൻ നുസൂലും സൂറത്ത് ഇറങ്ങാനുള്ള പശ്ചാത്തലമൊക്കെ അറിഞ്ഞിട്ട് ഒരാൾ ആ സൂറത്തുൽ കാഫിറൂൻ ഓതുമ്പോൾ അതിന് വേറെ തന്നെ ഒരു ടേസ്റ്റ് ഉണ്ട്. അബ്രഹത്തും കൂട്ടരും യമനിൽ നിന്ന് വന്നതും അവരെ അള്ളാഹു നശിപ്പിച്ച് ഇല്ലാതാക്കിയതും കഅബയെ അള്ളാഹു സംരക്ഷിച്ചതും ആനക്കലഹ വർഷമൊക്കെ ശരിക്ക് പഠിച്ച ഒരാള് സൂറത്തുൽ ഫീൽ ഓതുമ്പോ അതിന് വേറെ തന്നെ ഒരു ഫീലാണ്. അയാൾ അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ എന്ന് ഓതുന്നതും ഈ ചരിത്രവും പശ്ചാത്തലവും ഒന്നും അറിയാത്ത ഒരാള് ആ സൂറത്ത് ഓതും തമ്മിൽ മാറ്റമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി നിലച്ചു. വഹി വന്നതിന് ശേഷം കുറച്ചു കാലം നബിക്ക് വഹി വരുന്നില്ല. അപ്പൊ മക്കാര് കളിയാക്കാൻ തുടങ്ങി, എന്തേ മുഹമ്മദ്, എന്തേ ശൈത്താന്റെ കയ്യിൽ നിന്നുള്ള വഹി നിലച്ചോ, ബോധനം നിന്നുപോയോ? വദ്ദുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങളെ റബ്ബ് വെറുത്തിട്ടില്ല, നിങ്ങളുടെ റബ്ബ് നിങ്ങളെ ഒഴിവാക്കിയിട്ടില്ല. അപ്പൊ ഈ കാരണങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഒരാൾ സൂറത്തു ദുഹാ ഓതുമ്പോ അതിന് വേറെ തന്നെ ഒരു മധുരമുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു അടുപ്പം സ്ഥിരമായിട്ട് പതിവായിട്ട് നമ്മൾ ഓതുന്ന സൂറത്തുകളോടെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് പറ്റണം. അപ്പൊ ഈ സഹാബിക്ക് സൂറത്തുൽ ഇഖ്ലാസ് പ്രിയപ്പെട്ടതാകാനുള്ള കാരണം എന്താണ്? ആ സൂറത്തിന് അത്രക്കും അടുത്തറിഞ്ഞത് കൊണ്ടാണ്. രണ്ടാമത്തെ ഒരു കാര്യം, ഇവിടെ ഈ സഹാബി ഒറ്റ നിസ്കാരത്തിൽ തന്നെ 2 റക്അത്തുകളിലും ഒരേ സൂറത്ത് ഓതാൻ. സൂറത്തുൽ ഇഖ്ലാസ് 2 റക്അത്തിൽ ഓതുന്നുണ്ട്. മാത്രമല്ല ഫാത്തിഹയ്ക്ക് ശേഷം 2 സൂറത്തുകൾ ഓതുന്നുണ്ട്. സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്നുണ്ട്, അതിന് പുറമെ വേറൊരു സൂറത്തും ഓതുന്നുണ്ട്. അപ്പൊ അത് അനുവാദമുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് അംഗീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഒരാൾക്ക് വേണമെങ്കിൽ സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞാൽ ഒറ്റ റക്അത്തിൽ തന്നെ ഒന്നിലധികം സൂറത്തുകൾ ഓതണമെങ്കിൽ ഓതാം എന്നതിന് കൂടി ഈ സംഭവം തെളിവാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ ഫജ്ർ നിസ്കാരത്തിൽ 2 റക്അത്തുകളിലായിട്ട് സൂറത്തു സൽസല, ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ എന്ന സൂറത്ത് ഓതിയത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഒറ്റ റക്അത്തിൽ തന്നെ ഒന്നിലധികം സൂറത്തുകൾ ഫാത്തിഹയ്ക്ക് ശേഷം ഓതാം. ഒരേ സൂറത്ത് തന്നെ 2 റക്അത്തുകളിൽ ഓതണമെങ്കിൽ അതിനും നമുക്ക് അനുവാദമുണ്ട് എന്ന ഒരു കാര്യം കൂടി ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് കിട്ടും. ഏതായാലും അള്ളാഹുവിന്റെ കിതാബിലേക്ക് കൂടുതൽ അടുക്കാനും ചെറിയ ചെറിയ സൂറത്തുകളുടെ ആശയങ്ങളും തഫ്സീറുകളും പഠിക്കാനും നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക.